ജനനായകൻ പടം ഞാൻ കണ്ടു. പടത്തിൻ്റെ റിവ്യൂ പറയാൻ ഞാൻ പടം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ വിജയ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടത്തിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയാം. അതിൽ അഭിനയിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കൂടുതൽ കൊടുത്തിട്ടില്ല. കുറേ ആൾക്കാർ വരുന്നുണ്ട്, ലാസ്റ്റ് ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, ഒന്നുമില്ല 3 പേരെ ക്യാമിയോ വരുന്നുണ്ട്. അതൊന്നും അത്ര വലിയ ക്യാമിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു മിന്നൽ മുരളി വന്ന് പോലെ മിന്നൽ ഇങ്ങനെ വന്നു പോകും അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതിൽ ഡയറക്ടർ വിനോദാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കണേ. നമുക്ക് വലിയ ഡയറക്ഷൻ്റെ പരിപാടി അറിയുമെന്ന് അറിയില്ല, പക്ഷെ പോരാ, ചെയ്ത് വെച്ചേക്കണ പോരാ. ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്ത് വയ്ക്കായിരുന്നു ആൾക്ക്, ഒരു കണക്ട് ചെയ്തെങ്കിലും കൊണ്ടുവരും. എന്തുകൊണ്ട് ഈ പടം വിജയ് ഉള്ളതുകൊണ്ട് മാത്രമേ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ, പടം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് പടമാണ്, ബിലോ ആവറേജ് പടമാണ്. അത്ര സൂപ്പർ പടം എന്ന് പറയാനുള്ളൊരു പടമില്ല. എനിക്കറിയില്ല, പേഴ്സണലി എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് പടമാണ്. പക്ഷേ ഞാൻ പറയാലോ, വിജയ് അഭിനയിച്ച അവസാനത്തെ പടമായിരിക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കണം. എനിക്കറിയില്ല ഇനി ഭാവിയിൽ ആൾ വരുമെന്ന് അറിയില്ല. പക്ഷേ ഇതുവരയ്ക്കുള്ള റിപ്പോർട്ട് വെച്ചിട്ട് അതാണ് ഏറ്റവും അവസാനത്തെ പടം. അങ്ങനെ ഒരു ഇമോഷണൽ ടച്ചോട് കാണുമ്പോൾ പറഞ്ഞില്ലേ, ഇത്രയും ഒരു ആർഭാടായിട്ട് ഇറങ്ങുന്ന ഒരു പടം വിജയ്ക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഏത് നടന്മാർ വന്നാലും ഇത്ര ആർഭാടായിട്ടൊരു ഫെസ്റ്റിവൽ പോലൊരു സിനിമ ഇറങ്ങണമെങ്കിൽ അതിന് വിജയ് തന്നെ വേണം. പറഞ്ഞല്ലോ, ഒരു ഫാൻസിന് കാണാൻ പറ്റിയ പോലത്തെ ഒരു, നമുക്ക് വിജയിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയൊരു പടമാണ്. വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാം. പടം അങ്ങനെ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല, കുറച്ച് ഓവറാണ് കുറേ സീനുകളൊക്കെ. ഒരു വലിയ പടമാണ് കേട്ടോ, അത് ചെറിയ പടമല്ല. ഒരു വലിയൊരു ആർഭാട ബ്രഹ്മാണ്ഡ പടം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സ്കെയിലാണ്, വലിയൊരു സ്കെയിലാണ്. പടത്തിലിങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു പടമായിരിക്കില്ല ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആളുടെ ഒരു പാർട്ടി കാണിക്കണതും ആളുടെ പാർട്ടിയുടെ പവർ കാണിക്കണതും ആളെന്തൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളും ഒക്കെ കാണിക്കണ ഒരു മൊത്തത്തിൽ കൂടിയിട്ടൊരു സിനിമയാക്കി. ജയിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പടം കൂടുതലായിട്ട് കണക്റ്റ് ആവും, കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ശരിക്കും നോക്കരുത്, പടം കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ വിജയുടെ ഒരു ഓറയുണ്ട്, ആ ഒരു ഓറ കാണാനും വേണ്ടിയിട്ട് നമുക്ക് മാത്രമായിട്ട് പോവാം. ഓക്കെ, പിന്നെ പറഞ്ഞല്ലോ വിജയുടെ ലാസ്റ്റ് പടമായിരിക്കും മിക്കതും. അപ്പോൾ ആ ഒരു ഇമോഷണൽ വാല്യൂ ഉള്ളതുകൊണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇതിൻ്റെ ടെലഗ്രാമിൽ പ്രിൻ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി പണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ടെലഗ്രാമിൽ കണ്ടാൽ പോലും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടല്ലോ, എന്നാലും ഇതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. മാക്സിമം ഒരു തിരക്കുള്ള തിയേറ്ററിൽ പോയി കാണാം, നല്ലൊരു ഒളിയും ബഹളവും ഒക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഒരു വൈബായിട്ട് കാണാൻ പറ്റും. നമുക്ക് പറഞ്ഞില്ല, ഒരു ആഘോഷമാണ് നല്ല സിനിമ എന്ന് വെച്ചാൽ. നമുക്കൊരു 10 ഒരു 6 ഒക്കെ കൊടുക്കാൻ പറ്റിയ പോലത്തെ ഒരു പടമാണ്. 6 ആണെങ്കിൽ ഒരു 5 അത്രയ്ക്കുള്ളൂ, ഒരു ആവറേജ് ഇവിടെ ഉള്ളൂ. കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വിജയുടെ പടമാണ്, എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ.